ഹായ് ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഫൽ ഓർ സബ്ജിയിൽ ഫല്ലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ, ഫ്രൂട്ട്സ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നെയിംസ് പഠിച്ചു, ബാക്കിയും കൂടെ പഠിക്കാം. ഓക്കെ, ഇന്നത്തോടു കൂടി ഈ ഒരു ഫല്ല് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സബ്ജി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞുതരാം. സേബ്, ആപ്പിൾ, ആം, മാംഗോ, സന്ധര, ഓറഞ്ച്, കേല, ബനാന, തെർബൂജ്, വാട്ടർമെലൺ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്കൂർ. അങ്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ നോക്കിയേ, ഗ്രേപ്സ് ആണ് അല്ലേ, അതായത് മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്കൂർ എന്ന് എഴുതാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ആ എന്ന് എഴുതണം അല്ലേ, ആ, ഘ എന്ന് എഴുതുക, ഘൂ എന്നാക്കാനുള്ള ചിഹ്നിട്ട് കൊടുക്കുക, റാട്ട് കൊടുക്കുക, പിന്നെ എന്നാക്കാൻ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കണം മാർക്ക് മുകളിൽ. ഇങ്ങനെയാണ് അങ്കൂർ എന്ന് എഴുതുക. അപ്പോൾ അങ്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിയാണ് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രൂട്ട് നോക്കിയാലോ. നെക്സ്റ്റ് ഫ്രൂട്ട് എന്താണ്? അനാനാസ്. അനാനാസ് പറഞ്ഞാൽ എന്താണ്? പൈനാപ്പിൾ ആണല്ലേ, കൈതച്ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ അനാനാസ് എഴുതാൻ നോക്കിയാലോ. ഓക്കെ, അനാനാസ്. എല്ലാവരും എന്ത് ചെയ്യുക, എഴുതാൻ മാത്രം പഠിച്ചാൽ പോരാ, എന്താണ് പൈനാപ്പിൾ നമ്മൾ ഹിന്ദിയിൽ പറയാ എന്ന് കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് അനാനാസ് എന്ന് എഴുതാം. അനാനാസ്. അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈനാപ്പിൾ ആണല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രൂട്ട് നോക്കിയാലോ. നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാണ്? അനാറാണ്. അനാർ എന്ന് പറഞ്ഞാലോ പൊമഗ്രനേറ്റ് ആണ് അല്ലേ. അനാർ എന്ന് പറഞ്ഞാൽ പൊമഗ്രനേറ്റ്, റുമ്മാനാണ് അല്ലേ. അപ്പം നമുക്ക് അനാർ എന്നെങ്ങനെ എഴുതാന്ന് നോക്കാം. ആ എന്ന് എഴുതുക, നാ എന്ന് എഴുതുന്നു, പിന്നെ റ, അനാർ. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ അനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊമഗ്രനേറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ ലാസ്റ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഇത്, പപ്പീത. പപ്പീത എന്ന് പറഞ്ഞാൽ എന്താണ്? പപ്പായയാണ് അല്ലേ. പപ്പായക്കാണ് പപ്പീത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പപ്പീത ഇങ്ങനെ എഴുതാൻ നോക്കിയാലോ. പ പീ ധ, പപ്പീത. ഇങ്ങനെയാണ് പപ്പീത എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പപ്പീത എന്ന് പറഞ്ഞാൽ എന്താണ്? പപ്പായയാണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇതിൽ വരുന്ന വർക്ക് ചിത്രം കാ സഹി ശബ്ദ സെ മിലാൻ കരോ. അതായത് ബ്രേക്കറ്റിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്, താഴെ അതിൻ്റെ എല്ലാം പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്നുള്ളതിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? നെയിം കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് വരേണ്ടതാണ്. അതായത് അപ്പോൾ അനാനാസ് എന്നെടുക്കുക, അതിൻ്റെ മീനിങ് എന്താണ്? പൈനാപ്പിൾ ആണല്ലേ അനാനാസ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ നേരെ കൊടുക്കുക. ഇങ്ങനെ എഴുതിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ മിസ് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് തരാം കേട്ടോ, കറക്റ്റ് ആയത്. അപ്പോൾ അനാനാസ് പറഞ്ഞാൽ എന്താണ്? കൈതച്ചക്ക, പൈനാപ്പിൾ ആണല്ലേ. ഇതാണത്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിന് നേരെയാണ് മിസ് ലൈൻ കൊടുക്കുന്നത്. പപ്പീത എന്ന് പറഞ്ഞാലോ നമ്മളിപ്പോൾ പഠിച്ചാൽ ഏതാണ്? യെസ്, പപ്പായ ആണല്ലേ. നെക്സ്റ്റ് അനാർ റുമ്മാനാണ്, അങ്കൂർ ഗ്രേപ്സ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, പഠിച്ചല്ലോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, യൂണിറ്റ് ടാസ്ക് ചിത്ര ദേഖ് കർ നാം ചുനോ. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന് നേരെ 2 നെയിം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പിക്ചറിൻ്റെ നെയിം ഏതാണെന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് മുന്തിരിക്ക് പറയുക? ഗ്രേപ്സിന് എന്ത് പറയും? അങ്കൂർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ അതിന് നേരെ ആ ഒരു നെയിം എഴുതണം കേട്ടോ. നോട്ട്ബുക്കിലേക്ക് ഒരു പിക്ചർ കാണുന്നത് എന്താണ്? ഗ്രേപ്പാണ്. അപ്പോൾ ഗ്രേപ്സ് എഴുതുക, എന്നിട്ട് അതിൻ്റെ നേരെ ഹിന്ദി കൊടുക്കുക, ഹിന്ദി നെയിം. ഇനി നെക്സ്റ്റ് നോക്കിയേ, അനാനാസ്, പപ്പീത. അത് ഏതാണ് ഈ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞേ? പപ്പീത, പപ്പാഴയാണ് അല്ലേ. നെക്സ്റ്റ് അനാറ്, അനാനാസ്. ഏതാണ്? അനാനാസ് ആണ്, പൈനാപ്പിൾ ആണ്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ. ഇതോടുകൂടി നമ്മുടെ ഫല്ല് കഴിഞ്ഞു കേട്ടോ. ഫല്ല് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.